ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കാർത്തിക സിറ്റൗട്ടിലിരുന്ന് മൊബൈലിൽ എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ട് അവിടേക്കെത്തിയ വിഷ്ണു കാർത്തികയോട് സംസാരിക്കാനായി അരികിലേക്ക് എത്തി. വിഷ്ണു അവിടേക്ക് വന്നു എന്ന് മനസ്സിലാക്കിയ കാർത്തിക വേഗം എഴുന്നേറ്റ് പോകാനായി ഒരുങ്ങുമ്പോൾ വിഷ്ണു കാർത്തികയെ തടയുന്നു. താനവിടെ നിന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് വിഷ്ണു കാർത്തികയോട് പറഞ്ഞതും കാർത്തിക വല്ലാതെ പരിഭ്രമിച്ചു. വിഷ്ണു അവിടെ ഇരിക്കാൻ കാർത്തികയോട് പറയുമ്പോൾ ആകെ ടെൻഷനോടെ നിൽക്കുന്നത് കണ്ടതോടെ വിഷ്ണുവിന് എന്താ പറയാനുള്ളതെന്ന് പോലും ശ്രദ്ധിക്കാതെ കാർത്തിക പോകാൻ തുടങ്ങി. അപ്പോഴാണ് വിഷ്ണു ചോദിച്ചത്, കാർത്തികയെ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ കാർത്തിക പറഞ്ഞു, വിഷ്ണുവേട്ടന് കാപ്പി എടുക്കാൻ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, അതിന് ഇവിടെ പൊന്നി ഉണ്ടല്ലോ, പൊന്നി കൃത്യസമയത്ത് കൊണ്ടുവന്നോളും, താനിവിടെ ഇരിക്കെ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് വിഷ്ണു കാർത്തികയോട് ഷൗട്ട് ചെയ്യുന്നു. കാർത്തിക ആകെ ഭയത്തോടെ ഇരിക്കുമ്പോൾ വിഷ്ണു ചോദിച്ചു, എന്താ തൻ്റെ ഉദ്ദേശം, താനെന്തിനാ ഇന്നലെ അങ്ങനെയെല്ലാം ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും കാർത്തിക ചോദിച്ചു, ഞാനെന്ത് ചെയ്തെന്നാണ് വിഷ്ണുട്ടൻ പറയുന്നത്? അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, താൻ ഒറ്റ ഒരാൾ കാരണം ഇന്നലെ ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, അമ്മയെ താനല്ലേ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ കാർത്തിക പറഞ്ഞു, വിഷ്ണുവേട്ടാ, ഞാൻ വിളിച്ചുകൊണ്ട് വന്നെന്നോ? അതെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, ഓ ശരി, ഞാൻ വിശ്വസിച്ചു, താൻ പിന്നെ അമ്മയുടെ കൂടെ അവിടെ വെറുതെ വന്നതാണല്ലോ, അമ്മയെ താൻ തന്നെയല്ലേടോ അവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് വിഷ്ണു ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ കാർത്തിക പറഞ്ഞു, എൻ്റെ വിഷ്ണുവേട്ടാ, ഞാൻ മനഃപൂർവ്വം അവിടേക്ക് സത്യാമ്മയെ കൂട്ടിക്കൊണ്ട് വന്നതല്ല, യാദൃശ്ചിക വെച്ചാൽ സത്യാമ്മ അവിടേക്ക് എത്തിയതാണ്, അവിടെ ശാലിനി വിഷ്ണുവേട്ടനോടൊപ്പം ഉണ്ടെന്നറിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന കാർത്തികയുടെ ചോദ്യം കേട്ട് വിഷ്ണു പറഞ്ഞു, ഓ ശരി, അമ്മ ഉറങ്ങിക്കിടന്നെടുത്ത് നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വന്ന് നോക്കിയതാണല്ലോ അവിടേക്ക് അല്ലേ എന്ന് ചോദിച്ചതും കാർത്തിക പറഞ്ഞു, അതെ, ഞാൻ സത്യാമ്മയുടെ കൂടെ അബദ്ധവശാൽ അവിടെ വന്ന് പെട്ടുപോയതാണ് വിഷ്ണുവേട്ട, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല എന്ന് കാർത്തിക വിഷ്ണുവിനോട് പറയുന്നു. വിഷ്ണു അത് വിശ്വസിക്കാൻ കൂട്ടാക്കാരങ്ങനെ നിൽക്കുമ്പോൾ കാർത്തികയോട് വിഷ്ണു ചോദിച്ചു, അതെ, ഇന്നലെ ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്, എനിക്കറിയാം വിഷ്ണുവേട്ടൻ എന്നോട് എന്തോ സംശയം തോന്നിയതുപോലെ വിഷ്ണുവേട്ടൻ പെരുമാറുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇന്നലെ ശാലിനിയാണ് എന്നോട് വല്ലാതെ മോശമായി പെരുമാറിയതും എന്നെ തല്ലിയതുമൊക്കെ എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു, മതി, എനിക്കൊന്നും കേൾക്കണ്ട, എൻ്റെ ഭാഗത്താണ് തെറ്റ്, ഇതുപോലെ മരിക്കാനായി പോയ തന്നെ ഇവിടേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്, അന്ന് ഒരല്പം മനസാക്ഷി ഉണ്ടായിപ്പോയി, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഞാൻ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്, 14 ദിവസം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്നത് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണല്ലോ, മതിയായി, എല്ലാം അവസാനിപ്പിച്ചേക്കാം, എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ നാടകം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാലേ അത് ശരിയാവില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ കാർത്തിക പറഞ്ഞു, എനിക്ക് മനസ്സിലായി വിഷ്ണുവേട്ടാ, ഇന്നലെ സംഭവിച്ച കാര്യത്തിൽ വിഷ്ണുവേട്ടൻ എന്നെക്കുറിച്ച് സംശയമുണ്ട് അല്ലേ, സത്യത്തിൽ ഞാനൊന്നും ചെയ്തിട്ടല്ല ശാലിനി എന്നെ ഉപദ്രവിച്ചത്, പിന്നെ വിഷ്ണുവേട്ടൻ അറിയാമോ, ശാലിനിയെ പോലെ ഒരാൾ എന്നെ തല്ലിയതിൻ്റെ കാരണം അത് തന്നെ എൻ്റെ വീട്ടുകാർ ആരും തന്നെ എന്നെ ഇന്നേ വരെ തല്ലിയിട്ടില്ല, അതും അന്യായിട്ടുള്ള ഒരു സ്ത്രീ, എനിക്ക് അന്യായിട്ടുള്ള ഒരു സ്ത്രീയും എൻ്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല ഇന്ന് വരെ, ഇത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് വിഷ്ണുവേട്ട എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു, ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ഭാഗത്തും തെറ്റ് സംഭവിച്ചു, അതുകൊണ്ട് തന്നെ എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, എൻ്റെ ശാലിനിയുടെ കണ്ണ് നിറഞ്ഞാൽ അതെനിക്ക് പൊറുക്കാനാവില്ല, അത് എന്തിൻ്റെ പേരിലാണെങ്കിലും, അതുകൊണ്ട് തന്നെ ശാലിനിയോട് വെറുതെ ഒരു പോരിന് ഇറങ്ങി പുറപ്പെടണ്ട, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് വിഷ്ണു താക്കീത് ചെയ്യുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവേട്ട ഞാൻ എന്ന് പറഞ്ഞ് വിഷ്ണു പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് വിഷ്ണു സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അതുവഴി പൊന്നി വരുന്നു. പൊന്നിയെ കണ്ടതും അവസാനം സംസാരം മുഴുവിപ്പിക്കാതെ അങ്ങനെ കാർത്തിക നിൽക്കുന്നത് കണ്ട് പൊന്നി വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, എന്താ? അപ്പോഴാണ് പൊന്നി ചോദിച്ചത്, അല്ല, കാപ്പി എടുക്കണോ എന്ന് ചോദിക്കാൻ വന്നതാ എന്ന് പറഞ്ഞത്, ഇപ്പോൾ വേണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് വിഷ്ണു പൊന്നിയോട് പൊയ്ക്കോളാൻ അറിയിച്ചതും പൊന്നി വാതുക്കലേക്ക് എത്തിയതിന് ശേഷം ഒന്നുകൂടി പിന്തിരിഞ്ഞ് അവിടെ നിന്ന് കാർത്തികയും വിഷ്ണുവിനെ നോക്കി. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ, ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല, താൻ പുറത്തോട്ടിറങ്ങി വന്നേ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിഷ്ണു വേഗം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. അങ്ങനെ കാറിനരികിലേക്ക് എത്തി കാർത്തികയോട് വിഷ്ണു ചോദിച്ചു, അതെ, ഇന്നലെ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഹർഷൻ എപ്പോൾ വരും? അതാണ് എൻ്റെ ചോദ്യം, ഹർഷൻ ഇന്ന് വരും? അപ്പോഴേക്കും കാർത്തിക ഒന്നും മിണ്ടാനാകാതെ സംശയപ്പെട്ട് നിൽക്കുമ്പോൾ വിഷ്ണു ചോദിച്ചു, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ഹർഷൻ എപ്പോൾ വരുമെന്ന്? അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, എനിക്കറിയില്ല വിഷ്ണുവേട്ടാ, 2-3 ദിവസമായിട്ട് ഹർഷനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നീ എന്തെങ്കിലും അസുഖമാണോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ആ അസുഖമാണല്ലോ എൻ്റെ മുന്നേ നിൽക്കുന്നത്, ആ അസുഖം ഞാനെടുത്ത് തലയിൽ വെച്ചിരിക്കുവാണല്ലോ, എനിക്കാണെങ്കിൽ അത്
എങ്ങനെയും അതിനെ ഇല്ലാതാക്കാനും കഴിയുന്നില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ ഉടനെ കാർത്തിക പറഞ്ഞു, വിഷ്ണുവേട്ട എന്നെ കുറച്ചു നേരമായി വിഷ്ണുവേട്ടൻ പരിഹസിക്കണം. ശരി തന്നെയാണ്, വിഷ്ണുവേട്ടൻ്റെ പരിഹാസം ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ വിഷ്ണുവേട്ടൻ പറയുന്ന ആ നിമിഷം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. വിഷ്ണുവേട്ടന് എൻ്റെ മേൽ സംശയമാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം വിഷ്ണുവേട്ട. ഇനി ഞാനിവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നില്ല. അന്ന് വിഷ്ണുവേട്ടൻ എന്നെ രക്ഷിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ സ്ഥലത്തേക്ക് തന്നെ എനിക്ക് മടങ്ങി പോകാൻ അറിയാം എന്ന് കാർത്തിക പറഞ്ഞത് കേട്ട് വിഷ്ണു പറഞ്ഞു, അതെ, ഇനി അധിക നാൾ ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. വെറും 14 ദിവസമെന്ന് പറഞ്ഞിട്ട് ഇനിയും ഈ നാടകത്തെ മുന്നോട്ട് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും വേഗം ഹർഷനെ ഇവിടേക്ക് കൊണ്ടുവരണം. ഹർഷം വന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം. ഈ നാടകത്തിന് തിരശ്ശീല ഇട്ടേ തീരൂ. ഇതിങ്ങനെ മുന്നോട്ട് ഇനിയും കൊണ്ടുപോവുകയാണെങ്കിലേ കാണികൾ കൂക്കി വിളിക്കാൻ തുടങ്ങും. അതിനൊരു അവസരം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് പൂർത്തിയാക്കിയേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ കാർത്തിക പറഞ്ഞു, വിഷ്ണുവേട്ട ഞാൻ ഹർഷനെ വിളിക്കാം. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അടർത്തി മാറ്റാനാകാത്തതാണ് എൻ്റെ ശാലിനി. എൻ്റെ ശാലിനി എനിക്ക് നഷ്ടമാകാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ശാലിനിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ഇവിടെ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനും പാടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും വേഗം ഹർഷൻ ഇവിടെ എത്തിയിരിക്കണം. അല്ലാതെ ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അന്ന് ഇങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞതും വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും ഈ തൻ്റെ രക്ഷപ്പെടലിന് വേണ്ടിയുമൊക്കെ അന്നിങ്ങനെ ഒരു കള്ള നാടകം നടത്താമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് സമ്മതം മൂളിയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. എന്നാൽ ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനിനി ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിഷ്ണു പോയി കഴിയുമ്പോൾ അതെല്ലാം കേട്ട് തന്നെ കാർത്തിക പറഞ്ഞു, എന്നാൽ ഈ നാടകത്തിന് ഞാൻ അങ്ങനെ തിരശ്ശീലിടാൻ പോകുന്നില്ല വിഷ്ണുവേട്ട. ആ കളക്ടർ കൊച്ചമ്മയുണ്ടല്ലോ, അവൾ എനിക്കിട്ട് തന്ന അടിയുണ്ടല്ലോ, അതൊരിക്കലും ഈ കാർത്തിക മറക്കില്ല. ഇത് കാർത്തികയാണ്. കാർത്തികയുടെ സ്വഭാവം അവൾക്കറിയില്ല. ഇങ്ങോട്ട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി വേദന ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും. ആ ഇരട്ടി വേദന അവൾ അനുഭവിക്കുകയും ചെയ്യും. എന്നാൽ മാത്രമേ ഈ കാർത്തികയ്ക്ക് സമാധാനം ഉണ്ടാകൂ. അതുകൊണ്ട് അവളെ വേദനിപ്പിച്ചിട്ട് മാത്രമേ ഇനി ഈ കാർത്തികയ്ക്ക് ഈ നാടകത്തിന് തിരശ്ശീലിടാൻ കഴിയൂ എന്ന് കാർത്തിക അങ്ങനെ ഉറപ്പിച്ച് പറയുകയും അതിനുശേഷം കാർത്തിക മധുശ്രീ പറഞ്ഞ കാര്യങ്ങളും ഓർമ്മിച്ചു. ഹർഷനെ കാര്യത്തിൽ ഇനി യാതൊരു പ്രതീക്ഷയും വേണ്ട എന്നും അതുകൊണ്ട് എത്രയും വേഗം ഇപ്പോൾ വന്നു ചേർന്ന സ്ഥലം അത് ഇനി നിനക്ക് മുന്നോട്ടുള്ള ജീവിതം കണ്ടെത്തുന്നതിനുള്ള ഒരു പോംവഴിയാണെന്നും അവിടെ വിഷ്ണുവിൻ്റെ ഭാര്യയായി തന്നെ ജീവിതകാലം മുഴുവൻ നിനക്ക് അവിടെ ജീവിക്കാമെന്നും സത്യഭാമയുടെ മരുമകളായി അവിടെ കഴിയുന്നതാണ് ഇനി നീ ചെയ്യേണ്ടതെന്നും നീ എത്തിച്ചേർന്നത് നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നീ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഒരു സൗഭാഗ്യത്തിലേക്കാണെന്നുമൊക്കെ അന്ന് മധുശ്രീ പറഞ്ഞതെല്ലാം ഓർത്തുകൊണ്ട് കാർത്തിക വേഗം മധുശ്രീയുടെ ഫോണിലേക്ക് വിളിച്ചു. ബീച്ചിലായിരുന്ന കാർത്തിക മധുശ്രീ വേഗം കോൾ എടുത്ത് എന്ന് ഹലോ എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറഞ്ഞു, ഇത് ഞാനാ കാർത്തിക. അപ്പോഴേക്കും മധുശ്രീ പറഞ്ഞു, അതെ, അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇതില് നിന്റെ പേര് തെളിഞ്ഞു വരും. നീ ഇപ്പൊ കാര്യം പറ, എന്തിനാ വിളിച്ചതെന്ന്. അപ്പോഴാണ് കാർത്തിക പറഞ്ഞത്, അതെ, ഇന്നലെ ഇവിടെ ചില സംഭവങ്ങൾ ഉണ്ടായി. അതുമാത്രമല്ല വിഷ്ണുവേട്ടൻ ഇപ്പൊ എന്നെ വല്ലാത്ത സംശയവുമാണ്. ഇന്നെന്നോട് വല്ലാത്തൊരു ഭാവവ്യത്യാസത്തോടെ സംസാരിച്ചു. എത്രയും വേഗം ഹർഷനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഈ നാടകത്തിന് അവസാനം ഉണ്ടാക്കണമെന്നും ഒക്കെയാണ് വിഷ്ണുവേട്ടൻ പറഞ്ഞിരിക്കുന്നതെന്ന് കാർത്തിക മധുശ്രീയോട് പറയുന്നു. പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ മധുശ്രീയോട് കാർത്തിക പങ്കുവെക്കുന്നു. അപ്പോഴാണ് അതുവഴി ശാലിനി നടന്നു വന്നത്. കാർത്തിക ആരോട് ഫോണിൽ സംസാരിക്കുന്നത് ശാലിനി കാണാനിടയായി. ഈ സമയത്ത് ഇവളിത് ആരോടാ സംസാരിക്കുന്നത്? അതുമല്ല ഇവൾക്ക് ഇത്ര പരിചയമുള്ള ആളുകൾ വേറെ ആരാ ഇവിടെ ഉള്ളത്? അവളെ സഹായിക്കുന്ന രീതിയിലുള്ള ആളുകൾ, അവൾക്ക് പരിചയമുള്ള ആളുകൾ ഈ നാട്ടിൽ വേറെയുണ്ടോ എന്നെല്ലാം ശാലിനി സംശയത്തോടെ ആലോചിച്ചു. എന്തായാലും അത് കണ്ടെത്തിയേ തീരൂ എന്ന തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കാർത്തികയും മധുശ്രീയും തമ്മിലുള്ള സംഭാഷണം കൃത്യമായി കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മധുശ്രീയുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാർത്തികയുടെ ഫോട്ടോ തന്റെ മൊബൈലിൽ പകർത്തിയെടുത്തു ശാലിനി. അപ്പോഴാണ് മധുശ്രീ കാർത്തികയോട് പറഞ്ഞത്, അതെ, നീ എന്തായാലും വിഷ്ണുവിന്റെ ഭാവമാറ്റം കണ്ട് സങ്കടപ്പെടുകയൊന്നും വേണ്ട. കാരണം അതിപ്പോ സർവ്വസാധാരണമാണ്. എന്താണെങ്കിലും ശാലിനിയോടൊപ്പം ഒരു നല്ലൊരു മുഹൂർത്തം പങ്കിടാൻ കിട്ടിയ വിഷ്ണുവിന്റെ അവസരമല്ലേ നീ ആയിട്ട് ഇല്ലാതാക്കി കളഞ്ഞത്. അതിന്റെ ഒരു അമർഷമാണ് അവനിപ്പോൾ നിന്നോട് കാട്ടിയത്, അല്ലാതെ മറ്റൊന്നുമല്ല. പിന്നെ നീ ഇതുപോലെയുള്ള വിഷ്ണുവിന്റെ പെരുമാറ്റത്തിലൊക്കെ നീ ഓവറായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കൂടുതൽ സംശയം ഉണ്ടാക്കിയേക്കും. അതുകൊണ്ട് എല്ലാത്തിനും കൃത്യമായ രീതിയിൽ തന്നെ വേണം, കൃത്യമായി ആലോചിച്ച് കണ്ടും വേണം നീ പ്രതികരിക്കാനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നീക്കാനും. നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യം കൃത്യമായി നീ മനസ്സിൽ ഉറപ്പിച്ച് വേണം മുന്നോട്ട് നീങ്ങാൻ.
എന്തായാലും ഇനി വിഷ്ണുവിന്റെ കാര്യം ഓർത്ത് ടെൻഷനാവണ്ട. പിന്നെ ഇങ്ങനെ മാറുന്നുള്ള ഫോൺ ചെയ്യലും ഇനി കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അവിടെ ഒരു കളക്ടർ രാക്ഷസി ഉണ്ടല്ലോ, അവൾക്ക് കാതും കണ്ണും ഒക്കെ ചെവിയും ഒക്കെ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഇനി ഇങ്ങനെ മാറുന്നുള്ള ഫോൺ വിളിയൊന്നും വേണ്ട എന്ന് മധുശ്രീ കാർത്തിക് ഉപദേശിച്ചു. അപ്പോൾ കാർത്തിക ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ആലോചിച്ചു, കളക്ടർ രാക്ഷസി ശാലിനി, എന്തുകൊണ്ടും നിനക്കത് ചേരുവാ പേര് എന്ന് പറഞ്ഞ് കാർത്തിക പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി പെട്ടെന്ന് ആലോചിച്ചു, ഇവളിങ്ങനെ കളിയും തമാശയും ചിരിയും ഒക്കെ ആയിട്ട് സംസാരിക്കത്തക്ക ആരാ അവൾക്ക് ഇവിടെ പരിചയത്തിലുള്ളത്? എന്തായാലും ഇവളെ നേരിട്ട് പിടികൂടി സത്യങ്ങൾ തെളിയിക്കാമെന്ന് ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതിന് മറ്റെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയേ തീരൂ എന്നാലോചിച്ച് ശാലിനി നിന്നു. ഉടനെ തന്നെ തന്റെ കയ്യിലുള്ള ആ ഫോട്ടോ വേഗം ശാലിനി അനുശ്രീയുടെ ഫോണിലേക്ക് അയച്ചു. അനുശ്രീയെ വിളിച്ചതും കോൾ അറ്റൻഡ് ചെയ്ത് അനുശ്രീ ചോദിച്ചു, എന്താ മേഡം എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോ അനുശ്രീയോട് ശാലിനി പറഞ്ഞു, ഞാനിപ്പോ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയാണ് വിഷ്ണു മേഡം വിവാഹം കഴിച്ചെന്ന് പറയുന്നത്. അത് കേട്ടതും വേഗം അനുശ്രീ തന്റെ കയ്യിലേക്ക് വന്ന ആ ഫോട്ടോ നോക്കി. ഉടനെ തന്നെ അനു പറഞ്ഞു, അതെ ഞാൻ കണ്ടു, എന്താ മേഡം എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, ആ ഫോട്ടോയിലുള്ള ആ പെണ്ണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം. ആ പെൺകുട്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടെത്തണം. ഞാൻ നേരിട്ട് അവളുടെ കാര്യങ്ങൾ കണ്ടെത്താമെന്ന് ശ്രമിച്ചിട്ട് നടന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആരാണെന്നും അവളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നും ഉടനെ തന്നെ കണ്ടെത്തിയേ തീരൂ. അവൾ ഇവിടെ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് സത്യാമ്മയെ മയക്കിയെടുത്തിരിക്കുന്നത് ഒരു സാധാരണ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ സിമ്പതി ഏറ്റുവാങ്ങാൻ കഴിയുന്നത്ര രീതിയിലുള്ള ഒരു സാധാരണ സെന്റിമെന്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ക്ലീഷേ സ്റ്റോറിയാണ് അവള് ഇവിടെ എല്ലാവരെയും പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാഥാലയത്തിൽ വളർന്നതും അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ തന്നെ നഷ്ടമായെന്നും ഒക്കെയുള്ള അത്തരം സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി. അത് സത്യത്തിൽ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ഒരു തക്കം പാർത്തിരുന്ന സത്യാമ്മയ്ക്ക് അതൊരു ചാൻസ് ആയി മാറുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഒരു ശ്രമം അത് എത്രയും പെട്ടെന്ന് ആ കാർത്തിക എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കണ്ടെത്തിയേ തീരൂ. അവളിവിടെ വന്ന് നടത്തുന്ന കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായതുകൊണ്ട് തന്നെ അവളെ കുറിച്ചുള്ള അന്വേഷണവും രഹസ്യമായിരിക്കണം. അല്ലെങ്കിൽ അവൾ അത് മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ചേക്കും. അതുകൊണ്ട് അവൾ ഒരു കാരണവശാലും അറിയാത്ത രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ശാലിനി അനുപമയെ അറിയിച്ചു. ശരി, ഞാൻ നോക്കാം മേഡം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. പിന്നീട് കാണുന്നത് സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുത്തതിന് ശേഷം കുട്ടികളോട് ഫുഡ് കഴിക്കാനായി പറഞ്ഞു വിടുന്നു. കുട്ടികളെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറിപ്പോയിരുന്ന് ഫുഡ് കഴിക്കുന്ന പപ്പിക്കരികിലേക്ക് ടീച്ചറുടെ കണ്ണു വെട്ടിച്ച് സത്യ വന്നിരുന്നു. അപ്പോഴേക്കും പപ്പി ചോദിച്ചു, എന്താ സത്യയെ നീ ഇങ്ങോട്ട് പോകുന്നത്, താമസിച്ചത് വരാൻ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, ഞാനേ ടീച്ചറിനെ കണ്ണു വെട്ടിച്ച് വേണ്ടേ വരാൻ, അതാ ലേറ്റ് ആയത്. ഉടനെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും, എന്തായാലും ഇന്ന് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നത് ചേച്ചിയമ്മയാ, അതുകൊണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, ചേച്ചിയമ്മ നല്ല സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയമ്മ എന്ന് പറഞ്ഞ് വാ തോരാതെ പപ്പി സംസാരിക്കുമ്പോ അതെല്ലാം കേട്ടിരുന്ന സത്യ ചോദിച്ചു, ചേച്ചിയമ്മയോ, പറ പപ്പി ചേച്ചിയമ്മയോ എന്ന് സത്യ അതിശയപ്പെട്ട് ചോദിക്കുമ്പോ പപ്പി പെട്ടെന്ന് ആലോചിച്ചു, ശാലിനി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചേച്ചിയമ്മ തന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതും സത്യമോളോട് എല്ലാം തുറന്നു പറയുന്ന ഒരു ദിവസം ചേച്ചിയമ്മ തന്നെ പറയുമ്പോൾ മാത്രമേ അതെല്ലാം പറയാൻ പാടുള്ളൂ എന്ന് ശാലിനി സത്യം ചെയ്യിച്ച കാര്യം പപ്പി ഓർത്തു. അപ്പോഴേക്കും സത്യ ചോദിച്ചു, ചേച്ചിയമ്മയോ, എന്താ പപ്പി? അല്ല ചേച്ചിയമ്മയെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന വീട്ടിലല്ലേ ഫുഡ് ഉണ്ടാക്കി തരുന്ന ആളെ കുറിച്ച് പറഞ്ഞതാ എന്ന് പറഞ്ഞതും പെട്ടെന്ന് സത്യ വായിലേക്ക് ഫുഡ് എടുത്ത് വെച്ചതും അയ്യോ ഉപ്പ് കാരണം തിന്നാൻ മേല എന്ന് പറഞ്ഞ് അത് തുപ്പിക്കളഞ്ഞു. അപ്പോഴേക്കും പപ്പി ചോദിച്ചു, ഉപ്പോ, അതെന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും അല്ലെങ്കിൽ നീ കഴിച്ചു നോക്കു പപ്പി എന്ന് പറഞ്ഞ് പപ്പിയുടെ വായിലേക്ക് കുറച്ച് സത്യ വെച്ചു കൊടുത്തു. പപ്പി അത് വായിലേക്ക് വെച്ചു. അയ്യേ ഉപ്പ് എന്ന് പറഞ്ഞ് തുപ്പിക്കളഞ്ഞു. അല്ല ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോഴേക്കും സത്യ പറഞ്ഞു, അതെ ഇന്ന് ശാന്താന്റിയും അതുപോലെ തന്നെ ശാരദാമ്മയും എനിക്ക് ഉപ്പിട്ട് കാണും, അതുകൊണ്ടാ ഇങ്ങനെ വന്നത്. സത്യത്തിൽ അമ്മയായിരുന്നു എനിക്ക് ഫുഡ് എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് അമ്മ എനിക്ക് വെച്ച് തരാനായിട്ട് അമ്മ എത്തില്ലല്ലോ. അമ്മ ഒരു ഓഫീസ് മീറ്റിങ്ങിനായിട്ട് ഗോവയ്ക്ക് പോയിരിക്കുക. അതുകൊണ്ട് അമ്മയില്ലാത്തതിന്റെ പ്രശ്നം ഇതല്ല. അമ്മയായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കി തന്നേനെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉടനെ തന്നെ പപ്പി പറഞ്ഞു, എന്നാ ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ, ഞാനേ എന്റെ ഫുഡ് തരാം, നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം.
സത്യ അതങ്ങ് മാറ്റി വെക്കേ എന്ന് പറഞ്ഞു. ഉടനെ സത്യ ചോദിച്ചു, അയ്യോ അപ്പൊ പപ്പിക്ക് വിശപ്പാവില്ലേ, പപ്പിയുടെ വയറൊന്നറിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ പപ്പി പറഞ്ഞു, സത്യയുടെ വയറ് നിറഞ്ഞ എന്റെയും വയറ് നിറയും, ഇതൊന്ന് കഴിച്ചു നോക്കുന്ന പറഞ്ഞ് സത്യയുടെ വായിലേക്ക് പപ്പി ഭക്ഷണം വെച്ചു കൊടുത്തു. അത് കഴിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം, നല്ല ടേസ്റ്റാ എന്ന് പറഞ്ഞ് പപ്പിയും സത്യയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഭക്ഷണം വായിൽ വെച്ചു കൊടുത്തു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പപ്പി പറഞ്ഞു, ഇത് ആരുണ്ടാക്കിയതാ പപ്പി ഈ ഫുഡ് എന്ന് ചോദിച്ചപ്പോഴേക്കും പപ്പി പറഞ്ഞു, ചേച്ചിയമ്മ ഉണ്ടാക്കിയതാ, നല്ല ടേസ്റ്റുള്ള ഫുഡല്ലേ, എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാ, എല്ലാവർക്കും വലിയ ഇഷ്ടമാ ചേച്ചിയമ്മ ഉണ്ടാക്കുന്ന ഫുഡ്, സത്യാമ്മയ്ക്കും ഇഷ്ടമാ, പക്ഷെ സത്യാമ്മ അത് പുറത്ത് കാണിക്കില്ല, അതാ സത്യം എന്നൊക്കെ പറയുമ്പോ പപ്പി പറയുന്നത് കേട്ട് സത്യ ആകെ സംശയത്തോടെ പപ്പിയെ നോക്കി. അപ്പോഴേക്കും സത്യ പറഞ്ഞു, അതെ, എനിക്ക് ഈ ഫുഡ് കഴിച്ചപ്പോ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് തോന്നി, അമ്മ ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നത്, എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡാ ഇഷ്ടം എന്ന് സത്യ മറുപടി നൽകി. സാരയില്ല, ഒരു നല്ല കാര്യത്തിനല്ലേ ഇപ്പോ അമ്മ പോയിരിക്കുന്നത്, അതുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ സത്യ എന്ന് പപ്പി സത്യ സമാധാനപ്പെടുത്തി. ഇനിയിപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇപ്പൊ തന്നെ സത്യയുടെ അമ്മയെ വിളിച്ച് സംസാരിക്കാം, അപ്പൊ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞതും ശരിയാ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും സമ്മതിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഫുഡ് എടുത്തു കൊടുത്ത് അവര് ആ ലഞ്ച് കഴിച്ചു കഴിഞ്ഞതും ഇനി നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഫുഡ് കഴിച്ച് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ ഷാനിയെ വിളിക്കാനായി തീരുമാനിച്ചു. അപ്പോഴാണ് സത്യാമ്മയുടെ വീട്ടിലെ കിച്ചണിലേക്ക് പൊന്നി ജോലി ചെയ്യുന്നതിനിടയിൽ ശാലിനി അവിടേക്ക് എത്തിയത്. എന്താ പൊന്നി, ഞാൻ സഹായിക്കണോ എന്ന് ശാലിനി ചോദിച്ചതും പൊന്നി പറഞ്ഞു, വേണ്ട കുഞ്ഞെ, ഞാൻ തന്നെ ചെയ്തോളാം. പിന്നെ ശാലിനി വെള്ളം എടുത്ത് കുടിക്കുന്നതിനിടയിൽ പൊന്നി ചോദിച്ചു, അല്ല സത്യമോൾക്ക് ആകെ വിഷമായി കാണില്ലേ കുഞ്ഞവിടെ ഇല്ലാത്തത്, സത്യമോള് ആകെ വിഷമിക്കില്ലേ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, അവൾക്ക് ഇതൊക്കെ ശീലമായി പൊന്നി, പിന്നെ ഇപ്പോ അച്ഛനും അമ്മയ്ക്കും ഒരു കൂട്ടുവായി, അവര് അവളെ നോക്കിക്കോളും, പിന്നെ ആൾക്ക് ഇച്ചിരി കുസൃതി കൂടുതലായതുകൊണ്ട് അവര് ശരിക്കും വെള്ളം കുടിക്കും, അതാ സത്യം. കൂടുതല് പ്രശ്നം അമ്മയുമായിട്ടാ, അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡിന് ഒരു കുഴപ്പമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറ്റം ആള് കണ്ടുപിടിക്കും. അമ്മ പറയുന്നതേ കുഞ്ഞുനാളിലെ ശാലിനിയാ എന്നാണ് അമ്മ സത്യമോളെ നോക്കി പറയുന്നത്. അത് കേട്ടതും പൊന്നു പറഞ്ഞു, അല്ലെങ്കിലും ഈ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പേരക്കുട്ടികളോട് വല്ലാത്ത സ്നേഹമാണല്ലോ, അവര് മക്കൾക്ക് കൊടുക്കാതിരുന്ന സ്നേഹം മുഴുവൻ പേരക്കുട്ടികൾക്കല്ലേ കൊടുക്കുന്നത്. സാധാരണ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വളർത്തുന്ന കുട്ടികൾക്ക് ഇച്ചിരി വാശിയും അഹങ്കാരമൊക്കെ ഇതുപോലെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ഇച്ചിരി കൂടുമെന്നാണ് പൊതുവെയുള്ള സംസാരം എന്നൊക്കെ പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, എന്തായാലും സത്യമോള് ആകെ വിഷമിക്കും, ഞാനങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ കുറെ പരാതി ഉണ്ടാവും, അത് തീർച്ചയാണ്, ചിലപ്പോ കളക്ടറേറ്റിൽ പോലും കാണില്ല ഇത്രയും വലിയ പരാതികൾ, അതാ സത്യം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു. ഉടനെ ശാലിനി ഫോൺ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, എന്താ സത്യമോള് തന്നെയാ വിളിക്കുന്നത്, എന്തെങ്കിലും പരാതി കാണും, അത് പറയാനായിരിക്കും എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മോളെ എന്ന് വിളിച്ചതും അമ്മേ മോള് ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, ഇല്ലമ്മേ, ഇന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, എനിക്ക് തന്നു വിട്ട ഫുഡില് ഭയങ്കര ഉപ്പായിരുന്നു, പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചത്. അത് കേട്ടതും പപ്പിയോട് സത്യയോട് വീണ്ടും ശാലിനി ചോദിച്ചു, അപ്പോ ആരാ പപ്പിമോള് വന്നിട്ടുണ്ടായിരുന്നോ, പപ്പിയുടെ കയ്യിൽ നിന്നാ കഴിച്ചത് എന്ന് ചോദിച്ചപ്പോ അടുത്ത് നിന്ന് പപ്പി പറഞ്ഞു, സത്യയെ ഫോൺ സ്പീക്കറിലിട്, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു പപ്പി. അത് കേട്ടതും ശരി എന്ന് പറഞ്ഞ് സത്യ കോള് സ്പീക്കറിലിട്ടു. അപ്പോഴേക്കും പപ്പി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പപ്പിമോളെ എന്ന് സത്യയെ സംസാരിക്കുന്നതിനിടയിൽ പപ്പിമോളെ ശാലിനിയുടെ അരികിലേക്ക് ശാലിനി സംസാരിക്കുന്നത് കേൾക്കാനായി പപ്പിക്ക് നേരെ സത്യ ഫോൺ നീട്ടിയതും പപ്പിമോളെ എന്ന് ശാലിനി വിളിച്ചത് കേട്ട് ഉടനെ അബദ്ധവശാൽ പപ്പി മറ്റെല്ലാം മറന്ന് ചേച്ചിയമ്മേ എന്ന് വിളിച്ചു. ആ വിളി കേട്ടതും സത്യ സംശയത്തോടെ പപ്പിയെ നോക്കുകയും ശാലിനി ഞെട്ടിത്തെറിച്ച് പപ്പിമോളെ വിളിച്ചത് സത്യമോൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമോ എന്ന ആശങ്കയിൽ ശാലിനി നിൽക്കുന്നു.